ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലാണെങ്കിൽ സാംസങ്, പിന്നെ മോട്ടറോള, പിന്നെ ഐഫോൺസിനൊക്കെ തന്നെ ഓഫേഴ്സ് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡ് ഫോൺസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് 1ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡ് ഫോൺസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ബാക്കിയുള്ള ബ്രാൻഡ് വിവോ, റിയൽമി, ബാക്കി ഒട്ടുമിക്ക റെഡ്മി ആണെങ്കിലും പിക്സൽ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ ബ്രാൻഡിൻ്റെ വീഡിയോ ഓഫേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റായിട്ട് വിവോയുടെ ഫോൺസിന് അത്യാവശ്യം നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. വിവോയുടെ T3 അൾട്ര, ഇതിൻ്റെ നോർമലായിട്ടുള്ള പ്രൈസ് 32 രൂപ ആ റേഞ്ചാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഓഫറിലാണെങ്കിൽ 28,999 കിട്ടുന്നുണ്ട്. സോ 29,000 രൂപ കിട്ടുന്നുണ്ട്. നല്ലൊരു ഫോണാണ് കേട്ടോ. ഇതിലാണെങ്കിൽ Dimensity 9200+ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഒട്ടുമിക്ക ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫോണാണ്. 32,000 രൂപയുടെ ഫോൺ 29,000 രൂപ കിട്ടുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ വിവോ T3 പ്രോയും വരുന്നുണ്ട്. അതിനാണെങ്കിൽ 22,000 രൂപയാണ് ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത്. നോർമലായിട്ടൊരു 25,000 രൂപ ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുണ്ട്. വിവോയുടെ T സീരീസ് അല്ലെങ്കിൽ IQയുടെ Z9 സീരീസ് ഒക്കെ അറിയാലോ. ആ ഒരു പ്രൈസ് പോയിന്റ് അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസാണ്. അപ്പം ആ ഒരു ഫോൺസൊക്കെ ഓഫേഴ്സ് അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ വിവോ T3 പ്രോ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. പിന്നീട് വിവോ T3X വരുന്നുണ്ട്. അതൊരു 12,500 ഫോണാണ്. ഈ ഒരു പ്രൈസിലാണെങ്കിൽ 10,999 കിട്ടുന്നുണ്ട്. സോ 11,000 രൂപയ്ക്ക് ആ ഒരു ഫോണും കിട്ടുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലും. പിന്നെ വിവോയുടെ T3 വരുന്നുണ്ട്. 15,999 കിട്ടുന്നത്. അത് ഞാൻ ഇപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞത് കാരണം അതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ, കുറച്ചും കൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ IQ Z9 ഒക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ എടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ. കുറച്ച് പഴയതായി എന്നാലും 16,000 രൂപയ്ക്ക് ബെസ്റ്റാണ്. നോക്കുക, റിവ്യൂസൊക്കെ നോക്കിയിട്ട് എടുക്കുക. അപ്പം അതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും വിവോ ഫോൺസിനാണ് ഓഫേഴ്സ് വരുന്നത്. പിന്നെ റിയൽമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയൽമിയിലും അത്യാവശ്യം മോശമില്ലാത്ത ഓഫേഴ്സ് റിയൽമി ഫോൺസിന് വരുന്നുണ്ട്. റിയൽമിയുടെ P1 സ്പീഡ് അറിയാലോ, ഒരു 18,000 രൂപ റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. Dimensity 7300 ഒക്കെ അതിൽ വരുന്നുണ്ട്. ആ ഒരു ഫോൺ ഈ ഒരു ഓഫർ പ്രൈസിലാണെങ്കിൽ 14,999 വരുന്നുണ്ട്. സോ നല്ലൊരു ഓപ്ഷനാണ്. 18,000 രൂപയുടെ ഫോൺ 15,000 രൂപ കിട്ടുന്നുണ്ട്. ഇനി അതെല്ലാം എടുക്കാൻ കുറച്ചും കൂടെ പൈസ കുറവാണ്, 1000 രൂപ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ റിയൽമിയുടെ P1 കിട്ടുന്നുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓപ്ഷനാണ്. 14,000 രൂപ കിട്ടും. എന്നാലും ഒരു 1000 രൂപ കൂടുതൽ കൊടുത്തിട്ട് P1 സ്പീഡ് എടുക്കുന്നതിന് കുറച്ചും കൂടെ ബെറ്റർ, നല്ല പെർഫോമൻസൊക്കെ അതിൽ കിട്ടുന്നതായിരിക്കും. പിന്നീട് റിയൽമി P1 പ്രോക്കും ഓഫർ വരുന്നുണ്ട്. ഒരു 20,000 രൂപ റേഞ്ച് ഫോണാണ്. ഈ ഒരു ഓഫറിലാണെങ്കിൽ 17,000 രൂപ കിട്ടുന്നുണ്ട്. അതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ റിയൽമിയുടെ ക്യാമറ സെൻട്രിക്കായുള്ള ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു 30,000 രൂപയ്ക്ക് താഴെയൊക്കെ നിങ്ങൾ അത്യാവശ്യം നല്ല ബെസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മോഡലാണ് റിയൽമിയുടെ 13 പ്രോ. 27,000 രൂപയുടെ ഫോണാണ്. ഇതിലാണെങ്കിൽ 25,000 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽമിയുടെ 13 പ്രോ പ്ലസ് അറിയാലോ, നല്ല ബെസ്റ്റ് ക്യാമറയാണ് ഇതിന് വരുന്നത്. 32 ആ റേഞ്ച്, 31 ആ റേഞ്ചൊക്കെയാണ് ഇത് വരുന്നത്. പക്ഷേ ഈ ഒരു ഓഫർ പ്രൈസിലാണെങ്കിൽ ഈ ഒരു ഫോൺ 27,999 കിട്ടുന്നതായിരിക്കും. സോ 28,000 രൂപ കിട്ടുന്നുണ്ട്. നല്ല പ്രൈസ് ഡ്രോപ്പ് ഈ ഫോണിനൊക്കെ കിട്ടുന്നുണ്ട്. മെയിൻലി ക്യാമറ ഓറിയൻ്റ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കേട്ടോ, പോയിട്ട് റിയൽമി 13 പ്രോ പ്ലസ് എടുക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. മെയിൻലി വീഡിയോഗ്രാഫി അത്ര ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ ഈ ഒരു പ്രൈസ് പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ ഒരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ റിയൽമി GT6 വരുന്നുണ്ട് 40,000 രൂപയ്ക്ക്. നല്ല ഫോണാണ് കേട്ടോ. 40,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇനി റെഡ്മിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഡ്മിയുടെ 13C അറിയാലോ, ആ ഒരു ഫോൺ ഈ ഒരു ഓഫർ പ്രൈസിലാണെങ്കിൽ 7,199 കിട്ടുന്നുണ്ട്. അതായത് 7,200 രൂപ കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൈസ് നല്ല ഫോണാണ്. അതല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോയുടെ M6 5G കിട്ടുന്നുണ്ട് 7,500 രൂപയ്ക്ക്. അപ്പം അത്രക്കും പ്രൈസ് കുറഞ്ഞിട്ട് 5G ഫോൺസൊക്കെ ഇപ്പോൾ ഈ ഒരു ഓഫറിൽ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ആ ഒരു ഏറ്റവും എൻട്രി ലെവൽ ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണിതെന്ന് പറഞ്ഞ്. ഇപ്പോൾ 7,500 രൂപയ്ക്ക് ഒരു 5G ഫോണൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം 5G ബാൻഡൊക്കെ അതിലുണ്ട് കേട്ടോ. എന്നാലും നല്ല ഫോണാണ്. ഒരുപാട് ഫോൺസ് ഉണ്ട് ആ ഒരു പ്രൈസ് പോയിന്റ് തന്നെ. മോട്ടറോള ആണെങ്കിലും ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. എന്നാലും 5G ഒക്കെ കിട്ടുന്ന ഫോൺ ഈ ഒരു പോക്കോയുടെ M6 5G ആണ് ഇപ്പം ഈ ഒരു പ്രൈസ് പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നീട് ഓപ്പോയുടെ K12X, ഓപ്പോ ആണ് എന്ന് പറയേണ്ട, പക്ഷേ K12X അത്യാവശ്യം നല്ല ഡ്യൂറബിളും നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്ന ഫോണാണ്. ഇതിനാണെങ്കിൽ ഈ ഒരു ഓഫർ പ്രൈസിൽ 11,749 രൂപ കിട്ടുന്നുണ്ട്. ഏകദേശം 12,500 ആ റേഞ്ചൊക്കെയാണ് ഇതിന് നോർമലായിട്ടുള്ള പ്രൈസ്. സോ കുഴപ്പമില്ലാത്ത ഓഫർ ഇതിനും വരുന്നുണ്ട്. ഇനി പിക്സൽ ഫോൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിക്സൽ ഫോൺസിലും അത്യാവശ്യം ഓഫേഴ്സ് വരുന്നുണ്ട്. പിക്സലിൻ്റെ 8 ഈ ഒരു ഓഫറിലാണെങ്കിൽ 40,000 രൂപ കിട്ടുന്നുണ്ട്. 256 GB ആണ് 40,000 രൂപ കിട്ടുന്നത്.
കുഴപ്പമൊന്നും പറയാനില്ല. 8 Pro വരുന്നുണ്ട്, അതിനാണെങ്കിൽ 76 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല പറയാൻ, ലേറ്റസ്റ്റ് അല്ല എന്നാലും 76 രൂപക്ക് പ്രോ മോഡലാണ്. പെർഫോമൻസ് ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പം ആ റേഞ്ച് മാത്രം നോക്കിയാൽ മതി. സർവീസ് സെൻറ്ററും ഇല്ല, അങ്ങനെ മാത്രം പിക്സൽ എടുത്താൽ മതി. പിക്സൽ ഫോൺസൊക്കെ വേണം. ഏറ്റവും വില കുറഞ്ഞാണെങ്കിൽ Pixel 7 വരുന്നുണ്ട്. Pixel 7 ആണെങ്കിൽ 28,999 കിട്ടുന്നുണ്ട്. ഞാൻ വാങ്ങാൻ വേണ്ടി പറയുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് പിക്സൽ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങിച്ചോളൂ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോയി വാങ്ങിക്കോളൂ. പിന്നീട് നത്തിങ് ഫോൺ 2A+ വരുന്നുണ്ട്. 30,000 രൂപ ആ റേഞ്ച് ഫോൺ. 28,000 രൂപയാണ് അതിൻ്റെ നോർമൽ പ്രൈസ് ഉണ്ടായത്. ബട്ട് ഈ ഒരു ഓഫറിലാണെങ്കിൽ 21,999 കിട്ടുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം നല്ല പ്രൈസ് ഡ്രോപ്പ് വരുന്നുണ്ട്, നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ CMF Phone 1 ഓഫർ വരുന്നുണ്ട്. CMF Phone 1 നോർമലായുള്ള പ്രൈസ് 16,000 രൂപ ആ റേഞ്ചൊക്കെയാണ് ഉണ്ടായത്. ബട്ട് ഈ ഒരു ഓഫറിലാണെങ്കിൽ 13,500 വരുന്നുണ്ട്. നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണ്. പെർഫോമൻസ് ആണെങ്കിൽ എല്ലാം ഉണ്ട്. നല്ല കിടലാനുള്ള ഫോണാണ് CMF Phone 1 എന്നുള്ളത്. അപ്പം അത് നോക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയ്ക്കും ഫോൺസിനാണ് മെയിൻലി ഓഫേഴ്സ് വരുന്നത് കേട്ടോ ഈ ഒരു ഓഫറിൽ. എന്നാലും ആ പഴയ ആ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയിൽ ഉണ്ടായ ആ ഓഫറൊന്നും ഇതിലില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത ഓഫേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചോളൂ. ഇനിയും ഓഫേഴ്സൊക്കെ വരും കേട്ടോ. അടുത്ത മാസത്തിൽ ഇയർ എൻഡ് സെയിലൊക്കെ വരാനുണ്ട് അത്രേ. വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ സമയത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങാം. എന്തായാലും കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ കാർഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ വാങ്ങാൻ നോക്കുക. നല്ല പ്രൈസ് ഡ്രോപ്പ് ഫോൺ കിട്ടുന്നതായിരിക്കും. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.